അമ്പിരിച്ചേരുള്ള അമ്പമമുള്ള പൂമ്പണി അജരാകുന്നില്ല. ഇടയ്ക്കൊക്കെ എന്നോട് പറയും, താത്ത എനിക്ക് കാലും കൈയൊക്കെ വേദന എടുക്കുന്നു. എനിക്കതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. സ്കൂളിൽ പോകണല്ലേ, മദ്രസയിലും പോകണം അല്ലേ? നമുക്ക് എല്ലായിടത്തും പോവാട്ടാ. എൻ്റെ അനിയത്തിക്ക് അവള് പോവാത്ത സ്ഥലത്തൊക്കെ പോവാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അതിനൊന്നിനും സാധിക്കില്ല. അവള് കാലും കൈയൊക്കെ പൊട്ടിയിട്ടാണുള്ളത്. അവൾക്ക് പാട്ട് പാടാനും ഒപ്പന കളിക്കാനും പള്ളിയിൽ പോകാനും ഒക്കെ ഇഷ്ടം. പക്ഷെ അതിനൊന്നും സാധിക്കില്ല. പഠിച്ചവനോർത്തി എൻ്റെ അനിയത്തിനെ സഹായിക്കണം. നമുക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ നിങ്ങളുടെ അടുത്ത് വന്നത്. എൻ്റെ അനിയത്തിനെ ആരും ഉപേക്ഷിക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളൊന്നും ദുആ ചെയ്യും. നമ്മളെ കാക്കത്തൊക്കെ ഇട്ട് ഒക്കെ ഊരി നല്ല സുഖമായി നമുക്ക് കളിക്കാട്ടോ, അല്ലേ? ഓസ്റ്റിയോജെനിസിസ് എന്ന അത്യപൂർവമായ രോഗം പിടിപെട്ട് അസ്ഥികളൊക്കെ പൊടിഞ്ഞു പോകുന്ന രൂപത്തിൽ കൈകാലുകളൊക്കെ വളഞ്ഞ് വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ടവർ. ഏകദേശം 8ഓളം സർജറികൾ അടിയന്തരമായി ചെയ്താൽ മാത്രമേ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം 35 ലക്ഷം രൂപയോളം അടിയന്തരമായി നാം കണ്ടെത്തിയാൽ മാത്രമേ ഈ പൊന്നുമോളുടെ സർജറി ചെയ്ത് ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ സാധിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ. യാതൊരു മാർഗവുമില്ലാതെ, യാതൊരു നിവൃത്തിയുമില്ലാതെ ഈ പൊന്നുമോളുടെ വേദന കണ്ട് സഹിച്ചുകൊണ്ട് വീട്ടുകാർ ഒരു തരത്തിലും സഹായം ലഭിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ചികിത്സ നൽകാൻ സാധിക്കാതെ ഈ വേദനയിൽ കഴിയുന്ന ഈ പൊന്നുമോളുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി ലോകം മുഴുവനുമുള്ള മലയാളി സൗഹൃദങ്ങളെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്ത് ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണേ. ഈ പൊന്നുമോള് ഇവിടെ വന്നപ്പോൾ നമുക്ക് പാട്ട് പാടി തന്നും, നമുക്ക് കഥ പറഞ്ഞു തന്നും, എനിക്ക് പഠിക്കണം, എനിക്ക് മദ്രസയിൽ പോകണം, എനിക്ക് പഠിച്ച് ഉഷാറാവണം എന്നൊക്കെ പറഞ്ഞ് വളരെ ആഗ്രഹത്തോടെ നമ്മുടെ മുന്നിൽ സഹായ അഭ്യർത്ഥനയായി വന്ന ഈ ഒരു സങ്കട കാഴ്ച നമ്മൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത്. ഈ പൊന്നുമോള് പറയുന്നത്, എൻ്റെ ഫസ്ന, എൻ്റെ അനുജത്തി വേദന കൊണ്ട് എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ നോക്കി നിൽക്കാനേ സാധിക്കുന്നുള്ളൂ കാക്ക. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. എൻ്റെ പൊന്നനുജത്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണമെന്ന് ഈ പൊന്നുമോള് പറയുമ്പോൾ ഈ കുടുംബത്തിൻ്റെ വേദന, ഈ ഒരു രോഗത്തിൻ്റെ കാഠിന്യം കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചു.